ഹായ് ഹലോ. ഇന്ന് കുറച്ച് കൃഷിയുടെ അപ്ഡേറ്റാണ്. ഈ മറ്റേ ഏന്തി വലിഞ്ഞൊക്കെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ താഴെയൊക്കെ ചെയ്തിട്ട് എനിക്ക് കുറച്ച് പയറും 2 വെണ്ടയൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ അവിടെ വെയിലൊന്നുമില്ല. പിന്നെ നമുക്ക് പെരുമാറാനും കുനിയാനും നിവരാനും ഒന്നും സ്ഥലമില്ല. സൈഡിലൊരു ചെറിയ പോർഷനിലാണ് ഞാൻ ചെയ്തത്. പിന്നെ വെയിലില്ലാത്തതുകൊണ്ട് ചീരയൊന്നും അങ്ങോട്ട് പൊങ്ങിയില്ല. ഏതാണ്ട് 1.5 മാസമായിട്ടും ചീരയ്ക്കൊന്നും ഒരു പൊക്കവും ഇല്ല, ഒരു വളർച്ചയില്ല. ആകെ പയർ മാത്രം സെറ്റായി, ബാക്കി ഇട്ടതെല്ലാം ശരിയായില്ല കേട്ടോ. അപ്പം ഞാൻ പയ്യെ ടെറസിൻ്റെ മണ്ടയിലോട്ട് കയറി. ടെറസിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ എനിക്ക് ഇപ്പം ഞാൻ ടെറസ് കയറി വന്നപ്പോൾ തന്നെ അണച്ചൊരു പരുവായി. അപ്പം ഞാൻ ശരിക്കും ഇതിലേക്ക് കടന്നത് എനിക്ക് സാധാരണ വൈകിട്ടുള്ളൊരു നടത്തം ഉണ്ടായിരുന്നു, അല്ലെ അതിരാവിലെ ഞാൻ നടക്കാൻ പോകുമായിരുന്നു. അത് ഞാൻ പട്ടിശല്യം കാരണം നിർത്തി. എന്ന് വെച്ച് വൈകിട്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ വൈകിട്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പയ്യെ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പയ്യെ ടെറസിൻ്റെ മണ്ടയിലോട്ട് കയറിയിട്ടുണ്ട്. പണ്ടിവിടെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ, എനിക്കൊന്ന് 2021 ആ ടൈമിലാണെന്ന് തോന്നുന്നു, ഒത്തിരി പരിപാടികൾ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നശിച്ച്. ഇതാണ് അവസ്ഥ. ഇത് ഞങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയാണ് ഞങ്ങൾ കത്തിക്കുന്നത്. ഒരുവിധ സാധനങ്ങളെല്ലാം ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കും, ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക്, പിന്നെ പേപ്പർ വേസ്റ്റ് എല്ലാം കൊടുക്കും. പക്ഷേ ബാക്കിയുള്ള അല്ലാതെയുള്ള അലുക്കുലുത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടാണ് കത്തിക്കുന്നത്. പിന്നെ ഇതൊക്കെ പണ്ടത്തെ മണ്ണും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടേക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഇടയ്ക്കൊന്ന് പെരുമാറിയതാണ്. ഇതൊക്കെ പണ്ടത്തെ പരിപാടികളാണ്. ഇവിടെ മുരിങ്ങയും പിന്നെ നാരകമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. വെള്ളം ഒഴിക്കാൻ വയ്യ അങ്ങനെ. അപ്പം ഇവിടെയൊക്കെ വലിയ ഡ്രം, ഇതൊക്കെ ബിജു കുറേ സെറ്റപ്പ് ചെയ്തതാണ്. ഈ മണ്ണൊക്കെ മാളി കയറ്റിയതൊക്കെ ബിജു ആണ്. പിന്നെ ഇവിടെ സോളാർ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറേ സ്റ്റാൻഡും ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുവാ, ഇവിടെയൊക്കെ കോവയ്ക്കൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. കോവയ്ക്ക് നിത്യവഴുതനയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇത് പിന്നെ ഈ പൈപ്പ് വാങ്ങിച്ച് വെച്ച് ഉള്ള പരിപാടികളൊക്കെ ആയിരുന്നു. ഇതൊക്കെ ബിജു കുറേയൊക്കെ ചെയ്ത്, ഞാനും കൂടൊക്കെ ചെയ്ത് ആണ്. പക്ഷെ പിന്നീട് നമ്മൾ നിർത്തിക്കളഞ്ഞു. ബിജു ആദ്യം നിർത്തി, അതിന് ശേഷം ഞാൻ നിർത്തി. കൊറോണ വന്നപ്പോൾ ബിജു നിർത്തി, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ വിചാരം ഞാൻ നട്ടാൽ ഒന്നും പിടിക്കത്തില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ നട്ട് പിടിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ പയ്യെ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വൻ തരിശ് പോലെ കിടക്കുവാണ്. ഞാനപ്പം കുറേശ്ശെ ആയിട്ടാ കാര്യങ്ങൾ ചെയ്യുന്നേ. ഞാനിപ്പം നട്ടത് ഇപ്പോൾ എനിക്കൊരു ഒരാഴ്ചയായോളം തോന്നി. ഞാൻ ഇത് നട്ട അന്നാണ്. ഇത് നടാനായിട്ട് ഞാൻ മുകളിൽ കയറി. ഇവിടെ കുറേ മണ്ണൊക്കെ ഞാൻ കുറേശ്ശെ ആയിട്ട് അവിടെ നിന്നൊക്കെയുള്ള മണ്ണ് ഓരോരോ ബക്കറ്റിലൊക്കെ ആക്കി, കുറച്ച് ഗ്രോ ബാഗിലൊക്കെ ആക്കി, കുറച്ച് പരിപാടികൾ. ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു പാത്തി, അതിലും മണ്ണ്. ഞാൻ ചീര വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ടെറസിൻ്റെ കുറച്ച് ക്ലീനിങ്ങും, പിന്നെ ഈ ഒരു 7 ഗ്രോ ബാഗ് നിറച്ച് അതിനകത്ത് കുറച്ച് വിത്ത് നട്ട് അന്ന് വൈകിട്ടാണ് എൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നം വന്നത് കേട്ടോ. ഇത് മറ്റേ ഇതാണ് വാളുരി പയറാണ്. ഇത് സലാഡ് വെള്ളരി. എന്തിനാണോ ഇത്രയും എനിക്കറിഞ്ഞൂടാ. ഇത് പപ്പായ, ഒന്നും പിടിക്കുന്നില്ല. എന്തൊക്കെയോ മറ്റേ ദുർമന്ത്രവാദം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, വരുന്നില്ല. പാഷൻ ഫ്രൂട്ട്, പിന്നെ കത്തിരിക്ക. ഇതെനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. ക്യാപ്സിക്കവും എന്തോന്നോ കാന്താരി. ഓക്കെ. അപ്പം കുറേശ്ശെ ഞാൻ ചെയ്യുന്നത്. ഇതൊന്ന് നട്ടു, അന്നുമായിട്ട് കാഴ്ച പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വന്ന് ഇതൊക്കെ ഈ ബക്കറ്റൊക്കെ നിറച്ച് മണ്ണ് ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ ഇളക്കി കുറേശ്ശെ ആയിട്ട് ഞാൻ ഇത്രയും ഗ്രോ ബാഗിലൊക്കെ നിറച്ച് വെച്ച്. ഗ്രോ ബാഗ് ഇനിയും ഉണ്ട്. ഞാനൊരു 10 എണ്ണം വെച്ചാണ് മേടിച്ച്. അപ്പോൾ ഓരോ ദിവസവും വൈകിട്ട് വന്ന് കുറച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ വയ്യാണ്ടാവും, വീണ്ടും കിടക്കും. പിന്നെ 2 ദിവസം റെസ്റ്റ്. ആകപ്പാടെ വെള്ളം മാത്രം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പൊങ്ങി വന്ന് ഞാനിവിടെ ഒരു ഹരിത പൂങ്കാവനമാക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. നടക്കുമായിരിക്കും. അപ്പം എന്തായാലും ഇപ്പം മിഷൻ ടെറസ് ഫാമിങ് അതാണ്. എത്രത്തോളമൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ യൂട്യൂബിൽ. കാരണം നമുക്കൊരു ഇൻട്രസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ തയ്യൽ ഇൻട്രസ്റ്റ് കയറിയാൽ അതിൻ്റെ പുറകെ
എംബ്രോയ്ഡറിയിൽ ഇൻട്രസ്റ്റ് കയറിയ അതിൻ്റെ പുറകെ. ഇപ്പോൾ കൃഷിയിലാണ് വീണ്ടും ഇൻട്രസ്റ്റ് കയറിയേക്കുന്നത്. കാരണം ഇത് കാണുമ്പോൾ രസമല്ലേ, നോക്കിക്കേ ഈ ഒരു സംഭവം എന്താ രസം. ഇതിനകത്തൊന്നും പിടിച്ചില്ലെങ്കിലും പച്ച കണ്ടു കഴിഞ്ഞാൽ ഒരു രസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയേ ഉള്ളൂ. നമുക്ക് പയ്യെ, വളരെ പയ്യാണ് ചിലതൊന്നും. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെണ്ട നട്ടതാണെങ്കിലും ഇത്രയേ ആവുന്നുള്ളൂ, വെണ്ട ഒരു വിരലിൻ്റെ അത്രയേ വെണ്ട ആവുന്നുള്ളൂ. അപ്പം അത് നട്ടതിൻ്റെ സമയത്തിൻ്റെ പ്രശ്നമെന്നോ അങ്ങനെ എന്തുവാണ് ബിജു പറഞ്ഞത്, എനിക്കത് മനസ്സിലായില്ല. സൂപ്പർവൈസർ ഇടയ്ക്കിടയ്ക്കാണ് വന്ന് കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നിട്ട് പോകുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ, കഥകൾ പയ്യെ കാണാം.